നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു നിസ്വാർത്ഥനായ ഒരു പൂർണ്ണസമയ പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മോദി ആർ എസ് എസ് ആണ് എന്ന് ഇവിടെ ചിലർ നിലവിളിക്കുന്നുണ്ട്. ശരിക്കും അഭിമാനത്തോടെ തന്നെ പറയുന്നു, മോദി RSS തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി മോദി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള RSS ആസ്ഥാനത്ത് പോയിട്ടില്ല. ഔദ്യോഗികമായി അവിടെ സന്ദർശനം നടത്തിയിട്ടില്ല. അത് അദ്ദേഹത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ RSSുമായി മറ്റ് തരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നത് കൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് RSS ആസ്ഥാനത്ത് പോവുകയോ RSS മേധാവിയായ ശ്രീ മോഹൻ ഭഗവത്ജിയെ കാണുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നരേന്ദ്രമോദി RSS ആസ്ഥാനം ഔദ്യോഗികമായി സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ചർച്ചയാകുന്നത്. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിന് അദ്ദേഹം RSS ആസ്ഥാനത്ത് പോകുന്നു? അതിന്റെ ആവശ്യം എന്താണ്? മോഹൻ ഭഗവതുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഔദ്യോഗിക ആസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്തൊക്കെ കാഴ്ചകളായിരിക്കും നമുക്ക് കാണേണ്ടി വരിക, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ ഒരു ചർച്ചയിൽ ഉണ്ടാവുക? തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മാസം 30-ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേരും. മാർച്ച് 30-ന് പ്രധാനമന്ത്രി നാഗ്പൂരിലെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിക്കുന്നത്. RSS മേധാവിയുമായി പ്രധാനമന്ത്രി ഔദ്യോഗികവും അനൌദ്യോഗികവുമായ കൂടിക്കാഴ്ച നടത്തും. RSS ആസ്ഥാനം സന്ദർശിക്കാനായിട്ടാണ് നാഗ്പൂരിൽ അദ്ദേഹം എത്തുക 30-ാം തീയതി. RSS മേധാവിയുമായി അദ്ദേഹം എന്ത് തരത്തിലുള്ള ചർച്ചകളാണ് നടത്തുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തതയൊന്നുമില്ല. ഗുഡി പഡ്വ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മോദി നാഗ്പൂരിൽ എത്തുന്നത്. RSS 100 വർഷം പൂർത്തിയാക്കവെയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർശനം എന്നതും ശ്രദ്ധേയം. തന്റെ ജീവിതത്തിൽ ലക്ഷ്യബോധം പകർന്നു നൽകിയത് RSS ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞത് ചർച്ചയായിരുന്നു, വാർത്തയായിരുന്നു. അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രീഡ്മാനുമായുള്ള ദീർഘ സംഭാഷണത്തിലാണ് RSSുമായുള്ള ആത്മബന്ധം പ്രധാനമന്ത്രി പങ്കുവച്ചത്. നമ്മളത് വാർത്ത നൽകിയിരുന്നു. RSSൽ നിന്ന് ജീവിത മൂല്യങ്ങൾ പഠിച്ചത് ഭാഗ്യമാണ്. നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനം മാർഗമാക്കിയ മറ്റൊരു പ്രസ്ഥാനമില്ല എന്ന കാര്യമാണ് മോദി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇനി പ്രധാനമന്ത്രിയുമായി RSS മേധാവിയും RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളും കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രപരം വൈഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ കുറെ ആശയങ്ങൾ RSSന് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി ഇന്ത്യയുടെ വികസനത്തിന് ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ കടന്നു ചെല്ലേണ്ട ആവശ്യകതയെക്കുറിച്ച്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇടയിലേക്ക് കൂടുതൽ കടന്നു ചെല്ലേണ്ട ആവശ്യകതയെക്കുറിച്ച്, അതുപോലെ തന്നെ സാമൂഹ്യ ബോധം ഇന്ത്യൻ ജനതയിൽ വളർത്തുന്നതിനെ കുറിച്ച്, വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ സാംസ്കാരികമായ, സാമൂഹ്യമായ, ആരോഗ്യപരമായ, വിദ്യാഭ്യാസപരമായ പുതിയ മാറ്റങ്ങളെക്കുറിച്ച്, പുതിയ പദ്ധതികളെക്കുറിച്ചൊക്കെ ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS മേധാവിയും മോഹൻ ഭഗവത്ജിയും തമ്മിൽ ചർച്ചകൾ നടത്തുക എന്നറിയുന്നു. എന്തായാലും അത് വളരെ പോസിറ്റീവായ ഒരു ചർച്ചയായിരിക്കും. വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത് ഈ മാസം 30-ാം തീയതി നടത്താനൊരുങ്ങുന്നത്. അനവധി നേതാക്കൾ, RSSുമായി ബന്ധപ്പെട്ട നിരവധി നേതാക്കളും വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി നേതാക്കളും പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്, ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വികസനം രാഷ്ട്രീയമായി സാമൂഹ്യമായുമുള്ള നിരവധി കാര്യങ്ങൾ ചർച്ചയാകും എന്ന് കേൾക്കുന്നു. എന്തായാലും ഈ സന്ദർശനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS ആസ്ഥാന സന്ദർശനം ഒരു ചരിത്ര സംഭവമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും
സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.